ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണത്തിന് ഞാൻ ഇടാൻ വേണ്ടി ഒരു കുർത്തി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുർത്തിയുടെ ഡിസൈനിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ കുർത്തിയുടെ മാർക്കിങ്, ഹാൻഡ് എംബ്രോയിഡറി, അതുപോലെ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളി കാണുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഈ ഓണത്തിന് വെറൈറ്റി ഡിസൈൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഇതൊരു 2.5 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പം 2.5 മീറ്റർ ടിഷ്യൂവിൻ്റെ ഫാബ്രിക്, പിന്നെ റെഡ് കളറുള്ള ക്ലോത്താണ്, റോ കോട്ടൺ ആണ്. ഇത് 1/2 മീറ്ററേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പർ ക്യാൻവാസാണ്. ഇത് പേപ്പർ ക്യാൻവാസാണ്, നമ്മുടെ കുർത്തിയിലൊക്കെ നെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കത്തില്ലേ, ആ ക്യാൻവാസാണ് ഇത് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് പേപ്പർ ക്യാൻവാസിലുള്ള മാർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പേപ്പർ ക്യാൻവാസ്. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നോക്കുവാണെങ്കിൽ ഗമ്മ് ഇല്ലാത്തതാണ്. ഇതാണ് ഗമ്മുള്ള ഭാഗമാണ്. ഇത് കണ്ടോ, ഒരു ഗ്ലേസിങ് പോലെ. അപ്പോൾ ഇതാണ് ഗമ്മുള്ള ഭാഗം കേട്ടോ, ഇതില്ലാത്തത്. ഇനി നമ്മൾ ഈ പേപ്പർ ക്യാൻവാസ് ഒന്ന് മടക്കുവാണ് കേട്ടോ. നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. ഇനി ആ ക്യാൻവാസിലേക്ക് നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുമല്ലേ, അതിന് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ട അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അവിടുന്ന് നമ്മൾ താഴേക്ക് ഒരു 14 ഇഞ്ചസ് എടുത്ത ശേഷം ഇവിടെ നമ്മളൊരു 4 ഇഞ്ചസ് മാർക്ക് ചെയ്യണം കേട്ടോ. മുകളിൽ നമ്മൾ 3 ഇഞ്ചസ് ആയിരുന്നു മാർക്ക് ചെയ്ത്, ഇവിടെ നമ്മൾ 4 ഇഞ്ചസ്. എന്നിട്ട് അതൊന്ന് ബോക്സ് പോലെ ആക്കി എടുക്കുവാണ്. ഒന്നുകൂടെ ഒന്ന് മെഷർമെൻറ്റ്സ് പറയട്ടെ. ഇവിടെ 3 ഇഞ്ചസാണ് മുകളിലെടുത്തത്, നമ്മൾ താഴെ 4 ഇഞ്ചസാണ് എടുത്തത്. ഇനി ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് ഒരു 1.5 ഇഞ്ചസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് ഷേപ്പ് വരയ്ക്കാം. ഒരു ആലിലയുടെയൊക്കെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലേക്ക് നമ്മളിതൊന്ന് നെക്ക് വരച്ചെടുക്കുവാണ്. ഇനി ആ മാർക്ക് ചെയ്ത ആ ഏരിയയിലൂടെ നമ്മൾ ഇതേപോലെ സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഈ മെറ്റീരിയലിന് താഴെയായിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ ടോപ്പിലും ഒരു ചെറിയൊരു ലൈനുണ്ട്. അപ്പോൾ ഈ താഴെ വശത്ത് നമുക്ക് ആ ഒരു ലൈൻ വരേണ്ടതുകൊണ്ട് ഞാൻ കുർത്തി വിഡ്ത്ത് വൈസിലാണ് കേട്ടോ മടക്കുന്നത്. സാധാരണ നമ്മൾ ലെങ്ത് വൈസിലാണല്ലോ കുർത്തിയൊക്കെ മടക്കാറുള്ളത്. ഇത് ഞാൻ വിഡ്ത്ത് വൈസിലാണ് മടക്കിയേക്കുന്നത്. എന്നിട്ട് ആ മടക്കിൻ്റെ അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അത് സെൻറ്ററാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഞാനൊരു മാർക്കിംഗ് കൊടുക്കുവാണ്. അപ്പോൾ ആ മാർക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതൊന്ന് തെളിച്ച് കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുവാണ്. ഇതാണല്ലോ നമ്മൾ മാർക്ക് ചെയ്ത ആ സെൻറ്റർ ഭാഗം. അപ്പോൾ അവിടേക്ക് നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഇല്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ അത് രണ്ടിൻ്റെ സെൻറ്റർ ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നിവർത്തി വെച്ചിട്ട് നെക്കൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചസ് എടുത്തിട്ട് ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയിൻറ്റ്സ് മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മൾ ഇതേപോലെ വരച്ചിട്ട് അതൊന്ന് കണക്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത ഏരിയയിലാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ മെറ്റീരിയൽ ഫ്രെയിമിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തു. ഇനി ഞാൻ എടുത്തേക്കുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സും ആൻറ്റി ഗോൾഡ് ഷുഗർ ബീഡ്സുമാണ്. മാർക്ക് ചെയ്തേക്കുന്ന ഈ ലൈനിലൂടെ ഓരോരോ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് ആ രീതിയിലാണ് കേട്ടോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബീഡ്സ് ഇളകി പോകില്ല, നമ്മുടെ ക്ലോത്തിൽ ഫിക്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ ബീഡ്സ് ഇളകി പോകാതിരിക്കും. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന നീഡിലാണ് സൈസ് നമ്പർ 12 ആണ്. ബീഡ്സ്, സീക്വൻസ് അങ്ങനെയുള്ള വർക്കിനൊക്കെ സൈസ് നമ്പർ 12 ആണ് നീഡിൽ യൂസ് ചെയ്യേണ്ടത്.
ഫസ്റ്റ് റോയിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുത്ത ശേഷം ഇനി അതേപോലെ തന്നെ സെക്കൻഡ് റോയിലും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. അങ്ങനെ 2 റോയാണ് കട്ട് ബീഡ്സ് ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി വി ഷേപ്പിൽ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ നീഡിൽ ഇതേപോലെ എടുത്തിട്ട് ഒരു 4 കട്ട് ബീഡ്സ് നീഡിലേക്ക് കോർക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 4 കട്ട് ബീഡ്സും കൂടെ വെച്ച് അതൊരു വി ഷേപ്പിലാക്കുക. രണ്ട് നീഡിൽ എടുക്കുക, 4 കട്ട് ബീഡ്സ് അതിലേക്ക് എടുത്തിട്ട് വി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ നെക്കിന് ചുറ്റും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. വി ഷേപ്പിൻ്റെ താഴേന്ന് നീഡിലെടുക്കുക. എന്നിട്ട് ഒരു 3 കട്ട് ബീഡ്സ് നമ്മൾ നീഡിലേക്ക് എടുത്തിട്ട് അതൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി 3 കട്ട് ബീഡ്സ് നടുക്കും കൂടെ വയ്ക്കാം. നെക്സ്റ്റ് വി വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ വേറൊരു ഷേപ്പിലാണ് ലീഫ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ 3 കട്ട് ബീഡ്സ് എടുത്തിട്ട് സ്ലാൻഡിങ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുവാണ്. ഇനി തേർഡ് വി ഷേപ്പിൽ വരുമ്പം നമ്മൾ ഫസ്റ്റ് വി ഷേപ്പിൽ എന്താണ് ചെയ്തത് ആ രീതിയിലുള്ള ലീഫാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ലീഫ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ട്രയാങ്കിൾ സ്പേസ് വന്നിട്ടില്ല, അവിടെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ആൻറ്റിഗോൾഡ് ഷുഗർ ബീഡ്സ് ആണ്. നമ്മൾ നെക്ക് ക്യാൻവാസിലും ഇതേപോലെ മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ 1 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ നെക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുവാണ്. ഇത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത നെക്കാണ്. അപ്പോൾ ഇതിലേക്ക് വേണം നമ്മൾ ഇപ്പം അയൺ ചെയ്തെടുത്ത ആ ക്യാൻവാസ് ഷീറ്റ് വെച്ച് കൊടുക്കാനായിട്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വശമില്ലേ, ഇതുവഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഈ കാണുന്നത് ക്യാൻവാസ് ഷീറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണം റെഡ് കളറുള്ള ക്ലോത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ റെഡ് കളറുള്ള ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ നെക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റെഡ് ക്ലോത്ത് കംപ്ലീറ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് അതും കൂടെ കട്ട് ചെയ്തെടുക്കണം. നെക്കും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പോർഷനിൽ കണ്ടോ വർക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവിടെ നമുക്ക് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് മതി കേട്ടോ, അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ റെഡ് പോർഷനില്ലേ, അവിടെ നമ്മൾ 2 ടൈപ്പ് ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ആദ്യമേ നീഡിലെടുത്തിട്ട് ഒരു കട്ട് ബീഡ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത പോയിന്റിൽ നിന്ന് വീണ്ടും നീഡിൽ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ടൊരു 6 കട്ട് ബീഡ് നമ്മുടെ നീഡിലേക്ക് ഒന്നിച്ച് ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതൊന്ന് വളച്ച് വെച്ചിട്ട് അതൊരു റൗണ്ട് ഷേപ്പ് ആക്കുക.
അതാണ് ഒരു ബീഡ് വർക്ക്. ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് കഴിയുമ്പം അതൊരു റൗണ്ട് ഷേപ്പിലാവും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അടുത്ത ബീഡ് വർക്ക് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കട്ട് ബീഡ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ ഓണം കുർത്തി കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളർഫുള്ളും നല്ല അട്രാക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഡിസൈൻ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.